നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ആംഗിൾ മോഡുലേഷൻ ആണ്. ആംഗിൾ മോഡുലേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ദ വേർഡ് മോഡുലേഷൻ, ആ മോഡുലേഷൻ എന്ന വാക്കിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സോ വാട്ട് ഈസ് മോഡുലേഷൻ? ഒരു മെസ്സേജ് സിഗ്നൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ മെസ്സേജ് സിഗ്നലിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. ഒരുപാട് ദൂരേക്ക് നമുക്ക് ഈ മെസ്സേജ് സിഗ്നലിനെ പറഞ്ഞു വിടണം. തൽക്കാലം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ എടുക്കാം. ഈ മെസ്സേജ് സിഗ്നലിനെ ഒരു പേപ്പർ ബോൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. പേപ്പർ ബോൾ എന്ന് പറയുന്നത് നമ്മുടെ പേപ്പർ ചുറ്റിയതാണ് അല്ലേ. ഇത് നമുക്കറിയാം, ഇത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരം പോവായിരിക്കും. പക്ഷേ ഇതേ പേപ്പറിനെ ഞാനൊരു സ്റ്റോണ് കല്ലിന്റെ മുകളിൽ പൊതിഞ്ഞിട്ടാണ് എറിയുന്നതെങ്കിൽ മുമ്പ് എറിഞ്ഞിട്ട് ആ പേപ്പർ ബോൾ പോയ ദൂരത്തിനേക്കാൾ കൂടുതൽ ദൂരം കല്ലുമ്മെ ചുരുട്ടിയിട്ട് ഈ പേപ്പർ ബോൾ എറിയുമ്പോൾ കൂടുതൽ ഡിസ്റ്റൻസ് ഈ പേപ്പർ ബോളിന് സഞ്ചരിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കല്ലെന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഈ പേപ്പർ ബോളിനെ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യാൻ സഹായിക്കുന്ന ഒരാളായിട്ടാണ് നമ്മുടെ സ്റ്റോൺ ഇവിടെ ആക്ട് ചെയ്യുന്നത് അല്ലേ. അതേപോലെ നമുക്ക് സെൻഡ് ചെയ്യേണ്ട മെസ്സേജ് സിഗ്നലിനെ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സിഗ്നലാണ് എന്ത്? കാരിയർ സിഗ്നൽ. ഇപ്പൊ മെസ്സേജ് സിഗ്നലിനെ പേപ്പർ ബോളായിട്ടും കാരിയർ സിഗ്നലിനെ സ്റ്റോൺ ആയിട്ടും കണക്കാക്കാം. അപ്പൊ സ്റ്റോണിന്റെ മുകളിൽ റാപ്പ് ചെയ്തിട്ട് ഈ പേപ്പർ ബോൾ അയക്കുമ്പോൾ വെറുതെ പേപ്പർ ബോള് നമ്മൾ എറിയുമ്പോൾ ഉള്ള ദൂരത്തേക്കാൾ കൂടുതൽ ദൂരം അത് പോവും അല്ലെ. അതേപോലെ ഈ കാരിയർ സിഗ്നലിന്റെ മുകളിൽ എംബഡ് ചെയ്തിട്ട് നമ്മുടെ ഈ മെസ്സേജ് സിഗ്നലിനെ അയക്കുമ്പോൾ ആ മെസ്സേജ് സിഗ്നലിന് സാധാരണ പോകുന്ന ദൂരത്തിനേക്കാൾ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സാധിക്കും. ഇങ്ങനെ കാരിയർ സിഗ്നലിന്റെ മുകളിൽ റാപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ മെസ്സേജ് സിഗ്നലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ടൈപ്പ് മെസ്സേജ് സിഗ്നൽസിനും വെവ്വേറെ ടൈപ്പ് കാരിയർ സിഗ്നൽസ് ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസി, ഫേസ്, ഇതിലെല്ലാം ചെറിയ ചെറിയ മോഡുലേഷൻസ് നമുക്ക് വരുത്തണം. എന്തിന് ബേസ് ചെയ്തിട്ട്? മെസ്സേജ് സിഗ്നലിന് ബേസ് ചെയ്തിട്ട് കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസിയിലോ അല്ലെങ്കിൽ ഫേസിലോ നമുക്ക് ചേഞ്ചസ് വരുത്തണം. എങ്ങനെയാണ് അത് ചെയ്യുക? എന്തായിരിക്കും അതിന്റെ എക്സ്പ്രഷൻസ്? ഇതൊക്കെയാണ് നമുക്ക് ആംഗിൾ മോഡുലേഷനിൽ നോക്കേണ്ടത്. അപ്പോൾ ആംഗിൾ മോഡുലേഷൻ അതിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ആംഗിൾ മോഡുലേഷൻ ഇസ് എ ക്ലാസ് ഓഫ് കാരിയർ മോഡുലേഷൻ ദറ്റ് ഈസ് യൂസ്ഡ് ഇൻ ടെലികമ്മ്യൂണിക്കേഷൻസ് ട്രാൻസ്മിഷൻ സിസ്റ്റംസ്. ഓഫ് കോഴ്സ് ഈ ഒരു ക്ലാസ്സിൽ ദ ക്ലാസ് കംപ്രൈസസ് ഫ്രീക്വൻസി മോഡുലേഷൻ FM ആൻഡ് ഫേസ് മോഡുലേഷൻ PM. ആംഗിൾ മോഡുലേഷനിൽ വരുന്ന രണ്ട് ടൈപ്പ് മോഡുലേഷൻ ആണ്. ഒന്ന് ഫ്രീക്വൻസി മോഡുലേഷൻ, അടുത്തത് ഫേസ് മോഡുലേഷൻ. ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബേസ്ഡ് ഓൺ ഓൾട്ടറിങ് ദ ഫ്രീക്വൻസി. ഫ്രീക്വൻസി മോഡുലേഷനിലെ കാരിയറിന്റെ ഫ്രീക്വൻസിനെയാണ് വ്യത്യാസം വരുത്തുന്നത്. ഫേസ് മോഡുലേഷനിലാണെങ്കിലോ, ഫേസ് മോഡുലേഷനിൽ ആ സിഗ്നലിന്റെ ഫേസിലായിരിക്കും, ആംഗിളിലായിരിക്കും നമ്മൾ മോഡുലേഷൻ വരുത്തുന്നുണ്ടാവുക. ഏതിന്റെ? കാരിയർ സിഗ്നലിന്റെ ഫേസിൽ കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ആംഗിൾ മോഡുലേഷനിൽ രണ്ടുപേരുണ്ട്. ഒന്ന് ഫ്രീക്വൻസി മോഡുലേഷൻ, ഒന്ന് ഫേസ് മോഡുലേഷൻ. ഫ്രീക്വൻസി മോഡുലേഷനിലെ ഫ്രീക്വൻസി ഓഫ് ദ കാരിയറിന്റെ ഫ്രീക്വൻസിയാണ് വ്യത്യാസം വരുത്തുന്നത്. ഇസ് വാരിഡ് അക്കോർഡിംഗ് ടു ദ മെസ്സേജ് സിഗ്നൽ. മെസ്സേജ് സിഗ്നൽ അനുസരിച്ചിട്ട് കാരിയറിന്റെ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരുത്തും. ഫേസ് മോഡുലേഷനിൽ എങ്ങനെയാണ്? ഫേസ് മോഡുലേഷനിലെ മെസ്സേജിനെ അനുസരിച്ചിട്ട് കാരിയർ സിഗ്നലിന്റെ ഫേസ് ആംഗിളിൽ വ്യത്യാസം വരുത്തുന്നത് കാരിയറിനാണ്. കാരിയറിന്റെ ഫേസോ അല്ലെങ്കിൽ കാരിയറിന്റെ ഫ്രീക്വൻസിയോ വ്യത്യാസം വരുത്തുന്നു. എന്തിനനുസരിച്ചിട്ട്? കിട്ടുന്ന നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് സിഗ്നലിനനുസരിച്ചിട്ട്. ഐദർ നമ്മൾ കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസിയിലാണ് വ്യത്യാസം വരുത്തി മോഡുലേറ്റ് ചെയ്ത് അയക്കുന്നത് വെച്ചാൽ അത് ഫ്രീക്വൻസി മോഡുലേഷനായി. ഇനി നമ്മൾ മെസ്സേജ് സിഗ്നലിനനുസൃതമായിട്ട് തരുന്ന കാരിയർ സിഗ്നലിന്റെ ഫേസ് ആംഗിളിൽ ഒരു വ്യത്യാസം വരുത്തിയിട്ടാണ് നമ്മൾ അതിനെ സെൻഡ് ചെയ്യുന്നത് ഒരുപാട് ദൂരത്തേക്കെങ്കിൽ അതിന്റെ ഫേസ് മോഡുലേഷൻ എന്ന് നമുക്ക് അവിടെ പറയാൻ സാധിക്കും. സോ ആംഗിൾ മോഡുലേഷനിൽ ദിസ് ക്ലാസ് കംപ്രൈസ് ഓഫ് ഫ്രീക്വൻസി മോഡുലേഷൻ FM ആൻഡ് ഫേസ് മോഡുലേഷൻ PM and is based on altering the frequency of phase respectively of a carrier signal to encode the message signal.